നമ്മൾ ഒരു ഗെയിമോ അല്ലെങ്കിൽ ഒരു വെബ് സീരീസോ കണ്ടു തുടങ്ങിയാൽ അത് കണ്ട് പൂർത്തിയാക്കാതിരിക്കില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ മറിയം ത്രേസ്യയും തന്റെ ആദ്യ കുർബാന സ്വീകരണം മുതൽ ഒരു തീരുമാനമെടുത്തു, ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കില്ല എന്ന്. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ, കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പീഡനങ്ങൾ കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും ഒക്കെ വിശുദ്ധ മറിയം ത്രേസ്യയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഈ പിശാച്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്വർഗത്തിന്റെ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഒരു പ്രീമിയം ഹോം ഡെലിവറി ഇവിടേക്ക് എത്തുകയാണ്. നമ്മുടെയൊക്കെ ഹോസ്റ്റലില് ഒരു കോളേജ് സ്റ്റുഡന്റിന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ സൊമാറ്റോ അല്ലെങ്കിൽ സ്വിഗ്ഗി നമ്മൾ ഓർഡർ ചെയ്യും, അത് അവരുടെ ഡോർ സ്റ്റെപ്പിൽ എത്തുകയും ചെയ്യും. പക്ഷെ മറിയം ത്രേസ്യയുടെ അന്ധകാലത്തിൽ ഇതൊന്നും ലഭിക്കാത്ത ഒരു സമയത്ത് മറിയം ത്രേസ്യ ആഗ്രഹിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുക എന്ന ഒരു ആഗ്രഹം മാത്രം. അത് സ്വർഗത്തിലേക്ക് നേരിട്ട് എത്തുകയും ഒരു ഏഞ്ചലിക് സ്വിഗ്ഗി തന്നെ അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സ്വിഗ്ഗി ബോയ് ഒന്നും അല്ല കേട്ടോ, പകരം ഒരു മാലാഖ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് കുസ്തൂതിയുമായിട്ട് നമ്മളിപ്പോ ആയിരിക്കുന്ന ഈ വീട്ടിലേക്ക്, ഈ ഒരു മുറിയിലേക്ക് കടന്നു വന്ന് നേരിട്ട് മാലാഖ തന്നെ വിശുദ്ധ കുർബാന ത്രേസ്യയുടെ നാവിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഈ ഒരു മുറിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ത്രേസ്യ തളർവാദം പിടിപെട്ട് കിടന്നപ്പോഴെല്ലാം, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ സാധിക്കാതിരുന്ന സമയത്തെല്ലാം ഈശോ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഇവിടെ വെച്ചാണ് ബലിയർപ്പിച്ച് ത്രേസ്യക്ക് വിശുദ്ധ കുർബാന കൊടുത്തത്. അപ്പോ ഈശോ ബലിയർപ്പിച്ച ഒരു മുറിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈശോയെ സ്വീകരിക്കണമെന്നുള്ള വിശുദ്ധ മറിയം ത്രേസ്യയുടെ ആഗ്രഹം വളരെ ജെനുവിൻ ആണെന്ന് ഈശോ മനസ്സിലാക്കി. അങ്ങനെയാണ് മാലാഖയെ അയച്ച് വിശുദ്ധ കുർബാന ഈശോ ത്രേസ്യക്ക് കൊണ്ട് നൽകുന്നത്. ഈ മറിയം ത്രേസ്യയുടെ ഈ ലൈഫ് ഇൻസിഡന്റ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് എത്ര സത്യസന്ധമായി ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഈശോ നമ്മുടെ അടുത്തേക്ക് വരും എന്ന് പഠിപ്പിക്കുന്നു. നമുക്ക് ഈ അമ്മയുടെ ഈ ജീവിതത്തിലൂടെ കൂടുതൽ ഇൻസ്പയർഡ് ആയി മുന്നോട്ട് പോകാം. So let's move with Mariam ത്രേസ്യ.